ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ക്യൂട്ട് റെസിപ്പി ആയിട്ടാണ് മാഷ്മെല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ജെലാറ്റിൻ എടുത്തിട്ടുള്ളത് ഇതൊരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് നമുക്ക് ഹോട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ മതി കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ജെലാറ്റിന് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഷുഗർ നല്ല പോലെ മെൽറ്റായിട്ട് വരണം, അതുവരെ നമ്മളിത് ബോയിൽ ചെയ്യിപ്പിക്കാം. അപ്പം ഈ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ മാഷ്മെല്ലോ കറക്റ്റായിട്ട് സെറ്റായി വരുള്ളൂ. അപ്പോൾ ഷുഗർ നല്ല പോലെ മെൽറ്റായിട്ട് ഒരു സ്റ്റിക്കി ആയിട്ട് വരണം, അതുവരെ നമ്മളിത് ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ആ ഒരു സ്റ്റേജ് ആവുന്ന വരെ നമ്മളിങ്ങനെ ബോയിൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജെലാറ്റിൻ ഒഴിച്ച് കൊടുക്കാം. ജെലാറ്റിൻ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന വരെ ബോയിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നല്ല പോലെ ക്രീമി ആയി വരും, അതുവരെ ബീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പൗഡേർഡ് ഷുഗറിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ട്രേയിലോട്ട് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ നമ്മളിത് സ്പ്രെഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മാഷ്മെല്ലോ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിലോട്ട് മാഷ്മെല്ലോ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ബാറ്ററിലോട്ട് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കളേഴ്സ് ആഡ് ചെയ്ത്. ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി മാഷ്മെല്ലോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിന് മേലെ ജസ്റ്റ് ഷുഗർ കോൺഫ്ലവർ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഒരു 4 ഹവറെങ്കിലും വെക്കണം. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രേയിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഷുഗർ കോൺഫ്ലവർ മിക്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ മാഷ്മെല്ലോ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആ നൈഫിനകത്തും നമ്മൾ ഈ ഒരു ഷുഗർ കോൺഫ്ലവർ മിക്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാഷ്മെല്ലോ കട്ട് ചെയ്തതിന് ശേഷം ഈ ഷുഗർ കോൺഫ്ലവർ പൗഡർ മിക്സിൽ നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് നമുക്കൊരു കണ്ടെയ്നറിൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ആൻഡ് എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.